ഏറ്റവും നല്ല നിപുണനായ നൈപുണ്യം നേടിയ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന വഹ്ശി. അദ്ദേഹത്തിന് കാശ് കൊടുത്ത് വാങ്ങിയതാരാണ്? ഹിന്ദ്. ആരെ കൊല്ലാനാ? സയ്യിദു ശുഹദാഇ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ. ആരാ ഹംസ റളിയല്ലാഹു അൻഹു? അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാ? അബ്ദുള്ളയുടെ സഹോദരൻ. അവരാരാണ്? ആരംഭപ്പൂവായ നബിതങ്ങളുടെ എളപ്പ, കൊച്ചപ്പ. അല്ലേ? കൊന്നുകളഞ്ഞു. എങ്ങനെ കൊന്നു? കൈകാലുകൾ വെട്ടിമുറിച്ചു, കാതറുത്തു മാറ്റി, മൂക്ക് ഛേദിച്ചു, നാവ് പിഴുതെടുത്തു, കണ്ണ് ചൂഴ്ന്നെടുത്തു, തലയോട്ടി വെട്ടി പിളർന്നു, തലയോട്ടിയിൽ ഇരിക്കുന്ന തലച്ചോറ് വായിലിട്ട് ചവച്ചു തുപ്പി. ആ തലയോട്ടിയിൽ ഹിന്ദ് കരുതി വെച്ചിരുന്ന ഗിഫ്റ്റ്, ആ പാനം ചെയ്യപ്പെട്ട, തനിക്കു വേണ്ടി കരുതി വെച്ചിരിക്കുന്ന, പാനം ചെയ്യപ്പെടാൻ വേണ്ടി വെച്ചിരിക്കുന്ന പതഞ്ഞു നുരപൊന്തുന്ന മദ്യമൊഴിച്ചു. ഏതിൽ? ഹംസത്തുൽ കറാർ തങ്ങളുടെ തലയോട്ടിയിൽ കള്ളൊഴിച്ചിട്ട് കുടിച്ചു. കൊടൽമാലയെടുത്ത് മാലയായിട്ടിട്ട് നൃത്തം ചെയ്തു. ആ വഹ്ശിക്ക് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് വിളിക്കുന്ന, ഇങ്ങനെ വിളിക്കുന്നവന്മാരൊന്നും തന്തയില്ലാത്ത പ്രൊഫൈലാ വരുന്നത്. ഞാൻ തന്തയില്ലെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ തന്തയില്ലായ്മ എന്നല്ല ഈ പറയുന്നത്. പ്രൊഫൈൽ പിക്ചറിൽ അവരുടെ ഫോട്ടോ ഇടൂല, അത് ബ്ലോക്ക് ആയിരിക്കും. അവരെവിടത്തുകാരാണെന്നൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അങ്ങനെയൊക്കെ അള്ളാന്റെ ഹബീബിനെ തീവ്രവാദിയാക്കുമ്പോ അള്ളാന്റെ ഹബീബ് തീവ്രവാദി ആകണമായിരുന്നെങ്കിൽ, ആകണമായിരുന്നെങ്കിൽ തന്റെ കൊച്ചാപ്പ ഹംസത്തുൽ കറാറിനെ സയ്യിദു ശുഹദാഇ ഹംസ ഉഹുദിന്റെ രണാങ്കണത്തിൽ മൈരിക്കത്തിൽ ആ ഗ്ലാസ് കൊണ്ട് ചുറ്റും വലയം ചെയ്യപ്പെട്ട ആ മൈരിക്കത്തിന്റെ മധ്യഭാഗത്ത് കിടന്നുറങ്ങുന്ന ഉഹുദിന്റെ രാജകുമാരൻ സയ്യിദു ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെന്നിട്ട് സലാം പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഓടി വരട്ടെ ഈ ചരിത്രങ്ങൾ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഈ വഹ്ശിക്ക് കത്തെഴുതി. എന്താണെന്നറിയോ? വഹ്ശി മുസ്ലിമാക്, സ്വീകരിക്കാൻ ഞങ്ങൾ സ്വീകരിച്ചോളാം, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു വരും. ആ സമയത്ത് വഹ്ശി കത്ത് വായിച്ചു. കത്ത് വായിച്ചിട്ട് വഹ്ശി അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കുകയാണ്: നബിയേ, മുസ്ലിമാകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ വാദിക്കുന്നല്ലോ, എന്താണ്? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫഅൽ ദാലിക യൽഖ അസാമാ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാത്ത, ആരാധിക്കാത്ത ആളുകളുണ്ടല്ലോ, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അകാരണമായി ആരെയും കൊല്ലാത്തവരുണ്ടല്ലോ, വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് നിങ്ങൾ വാദിക്കുന്നല്ലോ. ഈ പറയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയേ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്? അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് പറഞ്ഞല്ലോ, വമൻ യഫഅൽ ദാലിക യൽഖ അസാമാ, ഇത് ചെയ്തു പോയാൽ അല്ലാഹു തആല ശിക്ഷ കൊടുക്കുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതുകൊണ്ട് നബിയേ മുസ്ലിമാകണമെന്ന പൂതിയുണ്ട്, പക്ഷേ ഈ കാര്യങ്ങൾ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താണൊരു പോംവഴിയുണ്ടോ? മറുപടി മുസ്ലിമാകെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തിന് മറുപടിയായിട്ട് വഹ്ശി റളിയല്ലാഹു അൻഹു പറയാണ്, വഹ്ശി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാം തൽക്കാലം. അദ്ദേഹം പറയാണ്, മുസ്ലിമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കൂല, ഒരാളെയും കൊല്ലൂല, വ്യഭിചരിക്കൂല, പക്ഷെ ഇത് മൂന്നും ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ മുസ്ലിമാവും? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്ത് കിട്ടുകയാണ്. നബി തങ്ങളെ മറുപടി കൊടുക്കുകയാണ്, വിഷമിക്കണ്ട, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ
അല്ല പറഞ്ഞിട്ടുണ്ട് ഇല്ലാമന താബ, പശ്ചാത്തപിച്ചവനൊഴികെ, വാമന ഈമാനുള്ളവരൊഴികെ, വഅമില അമലന സാലിഹാ, സൽക്കർമ്മം ചെയ്യുന്നവനുമൊഴികെ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വഹശി വിഷമിക്കണ്ട മുസ്ലിമായിക്കോ. മറുപടി വീണ്ടും കൊടുത്തു നബിതങ്ങൾ. മറുപടി കത്ത് കിട്ടി. വഹശി വായിച്ചു നോക്കിയിട്ട് വീണ്ടും സംശയം. എന്താണെന്നറിയോ? തിരിച്ച് നബിയോട് ചോദിച്ചു, നബിയെ എന്താ പറഞ്ഞത്? തൗബ ചെയ്താൽ, വിശ്വസിച്ചാൽ, നല്ലത് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഈ നല്ലത് എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വിശ്വസിക്കാം, പശ്ചാത്തപിച്ചു മടങ്ങാം. പക്ഷെ വാമിലാമലൻ സ്വാലിഹ, ഞാൻ എന്ത് നല്ലത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരു സുഹൃത്തും ഞാൻ ചെയ്തിട്ടില്ല. ആ സമയത്ത് കത്ത് മറുപടി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കിട്ടുമ്പോൾ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുക്കുകയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നമ്മുടെ വിഷയത്തിലുള്ള ഈ മൂന്നാമത്തെ ആയത്ത് ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് കത്തിന് മറുപടിയായി കൊടുക്കുകയാണ്. അല്ലാഹു ശിർക്ക് ചെയ്യാത്തവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്ക് ചെയ്യാത്ത ഏത് പാപവും ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കൂ. അതുകൊണ്ട് വഹശി വിഷമിക്കണ്ട, പെട്ടെന്ന് കലിമ ചൊല്ലിക്കോ. ആ സമയത്ത് കത്ത് കിട്ടിയ വഹശി കത്ത് വായിച്ചു നോക്കിയിട്ട് വീണ്ടും സംശയമായി. വീണ്ടും നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ നിങ്ങൾ പറഞ്ഞല്ലോ ആ ശിർക്കല്ലാത്തത് ആര് ചെയ്താലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന്. ആ ഉദ്ദേശിച്ചവരിൽ ഞാൻ പെടുവോ? ഉദ്ദേശിക്കുന്നവർക്കല്ലേ പുറത്തു കൊടുക്കൂ. ആ ഉദ്ദേശിക്കുന്നവരിൽ ഞാൻ പെടുവോ? ആ സമയത്ത് കത്ത് വായിച്ചിട്ട് നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അവസാന ഒരായത്ത് കൂടി അങ്ങോട്ട് അറിയിച്ചു കൊടുത്തു. എന്താണെന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എന്റെ ദാസന്മാരെ, എന്റെ അടിമകളെ, ഇതാരെ വിളിച്ചത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളെ അല്ല വിളിച്ചത് യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് വിളിക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങൾ നിരാശപ്പെടലേട്ടാ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, എല്ലാം പുറത്ത് തന്നേക്കാം. ഇതങ്ങോട്ട് കിട്ടിയപ്പോൾ അതാ കലിമ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഹിന്ദിന്റെ ജൽപ്പനങ്ങൾക്ക് വശംവദനായി കൊണ്ട് ഏതൊരു മനുഷ്യനാണോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയത്, ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകന്റെ പേരും ഞാൻ ഭീമാപള്ളിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ച, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഒരു മരണം, ഒരു ഷഹാദത്ത്, അത് തന്റെ കൊച്ചാപ്പ ഹംസ തങ്ങളുടെ ഷഹാദത്താണ്. ആ പേര് അത് കൊന്നുകളഞ്ഞ ആളിന്റെ പേര് ഭീമാപള്ളിയിൽ ഞാൻ പറഞ്ഞാൽ ഈ അനുയായികൾ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ജീവിതത്തിൽ എന്ത് വന്നു പോയാലും പശ്ചാത്തപിച്ചു മടങ്ങാൻ മനസ്സുണ്ടോ? അള്ളാഹുവിന്റെ പൊറുക്കലിന് ചോദിക്കാൻ മനസ്സുണ്ടോ? ദുനിയാവിലെ കോടതിയിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിടിച്ചകത്തിടും. ഇത് ചെയ്യാത്തവനെ പിടിച്ചകത്തിട്ടിരിക്കുന്നു. പിന്നെ ഇനി പറയുന്നവനെ, മനസ്സിലായില്ലേ? ഒരാൾ വന്നിട്ട് പറയാണ്, കോടതിയിൽ വന്നിട്ട് പറയാൻ ഞാൻ തെറ്റ് ചെയ്തു, എന്നാ കിടക്ക് 12 കൊല്ലം അല്ലേ? തെറ്റ് ചെയ്യാത്ത ആളുകളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആരക്കണം. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രീയവും ബാക്കിയൊക്കെ മറന്നിട്ട് ഈ ഉമ്മത്തിനു വേണ്ടി ഇപ്പോ നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ദുആരുന്ന എത്ര ആളുകളുടെ ആമീൻ കിട്ടും. നിരവധി രോഗങ്ങൾ കാർന്ന് തിന്നുന്ന ഒരു ശരീരം. പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെയൊക്കെ ചെറിയ പ്രായത്തിലും പലരും പറഞ്ഞിട്ടുണ്ട്, വഅള് കേൾക്കാനല്ല പോകുന്നത്, മഅദനിയുടെ സൗന്ദര്യം കാണാനാ പോകുന്നത്. കാരണം ഒരു സദസ്സിൽ ഇരുന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സദസ്സിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരാൾ പിന്നെ കണ്ണെടുക്കൂല. അത്രയും സൗന്ദര്യമുണ്ടായിരുന്ന, ആകാര സൗട്ടവും വടിവും ശരീര നല്ല ഗമയൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ, ഇപ്പോ ഈ 2021 ജാനുവരി മാസം 21 ഈ രാത്രി
12 മണിയോട് അടുക്കുന്ന ഈ സമയത്തെ അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടാൽ നെഞ്ചു പൊട്ടിപ്പോകും. നമ്മൾ ആരും ഇപ്പൊ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു വലിയ സർജറിക്ക് വിധേയനായി, കഠിനമായ വേദന തിന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വല്ലാതെ ഹൈ BP ആയി, പ്രഷർ അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തി. അദ്ദേഹത്തിന്റെ മൂത്രവും മലവും പോകാത്ത അവസ്ഥയിൽ ജീവച്ഛവമായി ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ശബ്ദം പോലും പഴയ ഒരവസ്ഥയിലേക്ക് പുറത്തു വരാത്തൊരവസ്ഥയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പും അദ്ദേഹത്തിന്റെ ഒരു വോയിസ് കേട്ടു. അദ്ദേഹത്തിന്റെ കോളേജിന്റെ വൈസ് ചെയർമാനായിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു അബ്ദുൾ റഷീദ് മൗലവി, അദ്ദേഹം മരണപ്പെട്ടു. ആ വോയിസ് അദ്ദേഹം അയക്കുമ്പോൾ വളരെ പതിഞ്ഞ സ്വരത്തിലാണ്, ശബ്ദം പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒച്ചത്തിൽ പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം കഠിനമായ നീതി നിഷേധത്തിന്റെ ഇരയായി കഴിയുകയാണ്. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഒന്നാമതായി രോഗശമനവും രണ്ടാമതായി സമ്പൂർണ്ണ മോചനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, ദുനിയാവിന്റെ കോടതിയിൽ വന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ച് ലോക്കപ്പിലിടും. പക്ഷെ അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് റബ്ബേ പടച്ചവനെ ഞാനൊരു തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ ചേപ്പ് നിർത്തിയിട്ട് സ്നേഹലാളനകൾ കൊണ്ട് നിന്നെ വീർപ്പ് മുട്ടിക്കും. അതാണ് പടച്ചോനും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹു തആല ആ മനുഷ്യനെ അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ അധികാരികൾ തടവിലിടും. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞാലോ പടച്ചോൻ ചേർത്ത് നിർത്തിയിട്ട് വിഷമിക്കണ്ട, എല്ലാം നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുക. അതാ പടച്ചവൻ. 1000 നന്മകൾ ചെയ്തിട്ട് ഒരു തിന്മ നമ്മൾ ചെയ്താൽ ജനങ്ങൾ 1000 നന്മയെ മറക്കും, ആ ഒരു തിന്മ എന്നൊരു ഓർത്തിരിക്കും. പക്ഷെ റബ്ബ് അങ്ങനല്ല. 1000 തിന്മ ചെയ്തിട്ട് ഒരു നന്മ അളവ് നന്മ നമ്മൾ ചെയ്താൽ 1000 തിന്മകളും അല്ലാഹ് മറന്നുകളയും. ആ ഒരു നന്മ അല്ലാഹു അത് എപ്പോഴും ഓർത്തുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതാണ് പടച്ചവൻ, നമ്മുടെ റബ്ബ്, നമ്മുടെ അല്ലാഹ്. ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും, ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും നമ്മുടെ പടച്ചവൻ നമ്മളെ കൈയൊഴിയില്ല. അള്ളാഹു നമ്മളെ ആ ഒരു അവസ്ഥയിൽ പടച്ച തമ്പുരാന്റെ പ്രേമഭാചനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമതായി അല്ലാഹ് പറയുകയാണ്, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. സൂറത്തുൻ നിസായിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാ, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു, ആരെങ്കിലും ഒരു മോശമായ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വന്നുപോയാൽ, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയാൽ, ثم يستغفر الله, എന്നിട്ട് അല്ലാഹുവിനോട് സമ്പൂർണ്ണമായി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, യജിദ് അല്ലാഹ ഗഫൂറർ റഹീമാ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പരീക്ഷയുടെ സൂറത്ത് ആയത്തുകൾ 4-ാമത്തേത് അല്ലാഹ് പറയുന്നു, യജിദ് അല്ലാഹ ഗഫൂറർ റഹീമാ. അല്ലാഹനെ നിങ്ങൾക്ക് പാപം പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയുമെന്നാണ്. ഒരു സ്ത്രീ ഒരിക്കൽ കടന്നു വന്നു അബ്ദുല്ലാഹിബ്നു മഗ്ഫൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വരികയാ. ആ സ്ത്രീ കടന്നു വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു മഗ്ഫലിനോട് പറയുകയാണ്, അല്ലയോ മഹാനവറുകളെ, ഒരു പെണ്ണിനെ പറ്റി ഞാൻ ചോദിക്കാമെന്നതാ. ആ പെണ്ണ് മോശമായ മാർഗത്തിലൂടെ അവിഹിതത്തിലൂടെ ആ പെണ്ണ് ഗർഭിണിയായി. അവസാനം ആ പെണ്ണ് പ്രസവിച്ച കുഞ്ഞിനെ ആ പെണ്ണങ്ങ് കൊന്നുകളഞ്ഞു. അബ്ദുല്ലാഹിബ്നു മഗ്ഫലിനോട് ഒരു പെണ്ണ് വന്ന് പറയുകയാ, അല്ലയോ മഹാനവറുകളെ, ഒരു പെണ്ണ് അവിഹിത മാർഗത്തിലൂടെ ഗർഭം ധരിക്കുന്നു, എന്നിട്ട് നിറവയറുമായി അവളെ പ്രസവിക്കുന്നു. പ്രസവിക്കപ്പെട്ട ശിശുവിനെ കൊന്നുകളയുന്നു. ആ പെണ്ണിന് മാപ്പുണ്ടോ? ആ പെണ്ണിന് മാപ്പുണ്ടോ? ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു മഗ്ഫൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഹന്നാ, ആ പെണ്ണ് നരകത്തിലാണെന്ന് പറയുമ്പോ ഈ സഹോദരി കരഞ്ഞുകൊണ്ടിറങ്ങി പോകുന്നു. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹിബ്നു മഗ്ഫൽ റളിയല്ലാഹു തആല അൻഹു ഉടനെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ കലാമിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ തവ്വാബർ റഹീമാ.
അള്ളാനോട് പൊറുക്കലിനെ ചോദിച്ചാൽ പടച്ചവനെ മാപ്പ് തരുന്നതെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ട് പെങ്ങളെ. അതുകൊണ്ട് അവളോട് പറ നന്നായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ. അങ്ങനെ ആ സ്ത്രീ ഓടിച്ചെന്ന് പറഞ്ഞു. അവൾ ഇസ്തിഗ്ഫാർ ചെയ്തുവത്രേ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രസംഗത്തിന്റെ സമാപനത്തോട് അടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇന്നത്തെ പാതിരാത്രിയിൽ നിങ്ങൾ ചെയ്യുമോ? എന്താ ചെയ്യേണ്ടത്? പാപങ്ങളെ കഴുകിക്കളയുമ്പോൾ പാപങ്ങളെ കഴുകിക്കളയപ്പെടണ്ടേ നമുക്ക്? വസ്ത്രത്തിൽ നിന്ന് അഴുക്ക് കഴുകിക്കളയുമ്പോൾ എന്നെയും നിങ്ങളെയും പൊതിഞ്ഞ് 3 വെള്ളത്തുണികൾ പൊതിഞ്ഞ് 3 കെട്ടും കെട്ട് 6 കാളുള്ള കട്ടിലിടത്ത് കിടത്തിയിട്ട് ഈ ഭീമാപ്പള്ളിയുടെ ചാരത്തടക്കം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിലോ ഏത് പള്ളിയുടെ ശ്മശാനത്തിൽ അടക്കം ചെയ്യപ്പെടാൻ കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സന്ദർഭത്തിൽ എന്റെയും നിങ്ങളുടെയും ജനാസ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ അഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് കമാ യുനക്ക സൗബുൽ അബ്യളു മിനദ് ദനസ്. എന്താ ദ്വാരക്കുന്നത്? അല്ലാഹുമ്മ അഗ്സിൽഹു ബിൽ മാ, പടച്ചവനെയും മനുഷ്യനെയും കഴുകണേ അല്ലാ. വെള്ളം കൊണ്ടും വസൽജി, മഞ്ഞ് കൊണ്ടും കഴുകണേ അല്ലാ. അല്ലാഹുമ്മ അഗ്സിൽഹു ബിൽ മാഇ വസൽജി വൽ ബറദ്, നല്ല ശുദ്ധമായ തണുത്ത വെള്ളം കൊണ്ട് കഴുകണേ അല്ലാ. കമാ യുനക്ക സൗബുൽ അബ്യളു മിനദ് ദനസ്, പാപത്തിൽ നിന്ന് നീ എങ്ങനെയാണ് കഴുകേണ്ടത്? കമാ യുനക്ക സൗബുൽ അബ്യളു മിനദ് ദനസ്, അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രം കഴുകിയെടുക്കുന്നത് പോലെ ഇവന്റെ പാവങ്ങളിൽ നിന്ന് പടച്ചോനെ നീ കഴുകിയെടുക്കണേ അല്ലാന്ന് കെട്ടും കെട്ടി പള്ളിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് ദ്വാരക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. എന്തുകൊണ്ടെന്നറിയോ? എന്താ കാര്യം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? മയ്യത്ത് നിസ്കാരത്തിൽ പങ്കാളിയാവുമ്പോൾ എന്താ ഇമാമ് പറയുന്നത്? ഞാനിപ്പോ കരമനയിൽ വരെയാണ് ഞാൻ ഈ അടക്കം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. സെൻട്രലിൽ ഇപ്പോ അതില്ല. അത് ആ ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടും സെൻട്രൽ അടക്കമില്ലാത്തത് കൊണ്ടും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്. അതിനു മുമ്പ് കരമനയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നുകൂടി അധികം പറയാറുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവാണ്. പള്ളിയിൽ ഇമാമിങ്ങൾ എന്താ പറയുന്നത്? ഇമാമിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ നമ്മളൊക്കെ പറയപ്പെടുന്നത് എന്താണ്, കേൾക്കുന്ന എന്താണ്? ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത്, നമസ്കാരത്തിൽ ഓതുന്ന സ്വലാത്താണ്. അറിയുന്നവർ തീർത്തോതണം, അല്ലാത്തവർ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറയണം. മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയിട്ടുള്ള മർമ്മപ്രധാനവും പരമപ്രധാനവുമായുള്ള ദുആയാണ്. അറിയുന്നവർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വനഖിഹി മിനൽ ഖതായ കമാ യുനക്ക സൗബുൽ അബ്യദു ബിനദ് ദനസ് അല്ലാഹുമ്മ ബദിൽഹു ദാരൻ ഖൈറൻ മിൻ. ഇങ്ങനെ അവസാനം വരെ ഓതുക. അറിയാത്തവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അടുത്ത തക്ബീർ കെട്ടുന്നത് വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എത്ര കൊല്ലം കൊണ്ട് ആവർത്തിക്കാൻ തുടങ്ങി? വീടിന്റെ 4 സൈഡുള്ള ആളുകൾ മരിച്ചപ്പോഴും തുടങ്ങിയ ആവർത്തനം അല്ലേ? സ്വന്തം വാപ്പ മരിച്ചപ്പോഴോ ഇതേ ആവർത്തനം, തനി ആവർത്തനം അല്ലേ? ഉമ്മ മരിച്ചപ്പോഴോ തനി ആവർത്തനം. ഇനി എന്നാണ് നീ ഒന്ന് പൂർണ്ണമായിട്ട് ഓതുന്നത്? എന്നാണ്? എന്റെ സഹോദരങ്ങളെ, നമുക്ക് മരിച്ചാൽ പോലും ഒരു ദുആ നന്നായിട്ട് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. മയ്യത്ത് നമസ്കാരത്തിൽ ആത്മഹത്യ ട്രെൻഡാകുന്ന കാലമാണ്. ആത്മഹത്യ ട്രെൻഡാകുന്ന കാലമാണ്. എന്തെങ്കിലും ഒരു വിരട്ടിയാൽ 5 മിനിറ്റ് പിന്നെ അവനെ കാണൂല. അത് കഴിയുമ്പോൾ അറിയുന്നു, തൂങ്ങി നിൽക്കുന്നു, കിണറ്റി കിടക്കുന്നു, വിഷം അടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡാണ് ആത്മഹത്യ. അതല്ല, ആത്മഹത്യ ഒരു പരിഹാരമല്ല. അഭിമാനത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അന്തസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഓടിച്ചെന്നിട്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കലല്ല, അവരുടെ മുമ്പിൽ ആണായിട്ട് നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനുള്ള ആംബിയർ ഉണ്ടാകണം, അതിനുള്ള തന്റെ ഉണ്ടാകണം. ആത്മഹത്യ പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് മരിച്ചാൽ ആരുടെയും ദുആ കിട്ടുന്നൊരു പ്രതീക്ഷയും വേണ്ട. കാരണം എല്ലാ കാക്കന്മാരും ആവർത്തനം മാത്രമേ ഉള്ളൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ഹു 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 ഹ ഹ ഹ. അത് തന്നെ അവസരം, നമുക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് വേണം? അള്ളാഹുവിനോട് ദുആരക്ക്. എങ്ങനെയാ പാപം പൊറുക്കേണ്ടെന്നറിയോ? എല്ലാ പാപവും പൊറുക്കാൻ വഴി പറഞ്ഞു തരാം. എല്ലാ പാപവും പൊറുക്കാൻ ഏതുപോലെ? തുണി അഴുക്കിൽ നിന്ന് ശുദ്ധമാക്കപ്പെടുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധിയാക്കപ്പെടാൻ അള്ളാന്റെ ഹബീബ് പറഞ്ഞ
ഏറ്റവും പ്രമുഖനായ സഹാബി റിപ്പോർട്ട് ചെയ്ത അന്നബി ബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂബക്കർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മാമിൻ മുസ്ലിമിൻ യുദ്നിബു ദംബാ യദ്നിബു ദംബാ ഏതൊരു മുസ്ലിം ഒരു പാപം ചെയ്താൽ സുമ്മ യതവല്ലഉ അവൻ വുളു ചെയ്യുന്നു സുമ്മ യുസല്ലി റകഅതൈനി അവൻ 2 റകഅത്ത് നമസ്കരിക്കുന്നു സുമ്മ യസ്തഗ്ഫിരില്ലാഹ് പടച്ചവനോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഇല്ലാ ഗുഫിറ ലഹു അവന്റെ പാപം പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദ്യം എന്ത് വേണം? യതവല്ലഉ നന്നായിട്ട് ഒളു എടുക്ക്, എന്നിട്ടോ യുസല്ലി റകഅത്ത് 2 റകഅത്ത് നിസ്കരിക്ക്, നല്ലോലെ ഒളു എടുക്കണം, എന്നിട്ട് 2 റകഅത്ത് നിസ്കരിക്ക്, എന്നിട്ട് അവിടെ ഇരുന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലി റബ്ബേ ഇന്ന പാപം ആരും അറിഞ്ഞില്ല, ഞാനും നീ മാത്രം അറിഞ്ഞിട്ടുള്ളൂ, പക്ഷേ എനിക്ക് നീ പൊറുത്തു തരണം, നീ അല്ലാതെ വേറെ പൊറുക്കാൻ ആരുമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നിനക്ക് ഞാനല്ലാത്ത ഒരുപാട് പേരുണ്ട്. റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ എന്നാൽ ഇല്ലാ ഗുഫിറ ലഹു അവന് പാവം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചെയ്തോളി. നമ്മൾ പറയും ഓ നമ്മൾ ചെയ്യുന്ന എന്തിനാ, നമ്മൾ എന്ത് ചെയ്തിട്ടാ, നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? എന്റെ പൊന്ന സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുന്നവർക്ക് ഉള്ള ഒരു മരുമരുന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് ധരിച്ചതാണ് ഏറ്റവും വലിയ വിഷമം. അള്ളാന്റെ റസൂല് പറഞ്ഞു ഞാൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചെല്ലും. അല്ലേ നബി തങ്ങൾ തെറ്റ് ചെയ്തിട്ടാണോ? മഅസൂമല്ലേ, പാപ സുരക്ഷിതത്വമുള്ള ആളല്ലേ. അതുകൊണ്ട് ഒരിക്കലും പാപം ചെയ്തവർക്കുള്ള പരിഹാരമാണ് ഈ ഇസ്തിഗ്ഫാർ എന്ന് ധരിക്കരുത്. ഇസ്തിഗ്ഫാർ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് 3 ഇബാദത്തുകൾ പറഞ്ഞു. 1 വുളു എന്ന ഇബാദത്ത്, 2 നിസ്കാരം എന്ന ഇബാദത്ത്, 3 ഇസ്തിഗ്ഫാർ എന്ന ഇബാദത്ത്. ഇത് 3 നമ്മൾ ചെയ്താൽ ആ പാപം അല്ലാഹ് പുറത്തു തരും. ഇത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൊറുക്കട്ടെ, മുഴുവൻ പാപങ്ങളും പൊറുക്കിന്. ഇപ്പോ എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല, ഇങ്ങനെ പ്രസംഗിക്കുന്നു. എപ്പോഴാ എന്റെ റൂഹ് പിരിയുന്നത് പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, 2021 ജനുവരി 21 ഇതിപ്പോ ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ പറഞ്ഞു ഇത് വലിയ പ്രത്യേകത ഉള്ള ദിവസമാണ്. ഞാൻ ചോദിച്ചു എന്താ? ഞാൻ വിളിച്ച് വെള്ളിയാഴ്ച രാവായിരിക്കും. അദ്ദേഹം പറഞ്ഞു 21-ാം നൂറ്റാണ്ടിലെ 2021 എന്ന വർഷത്തിലെ 21-ാം തീയതിയാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കതൊന്നും അറിയില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ 2021 ജാനുവരി 21 ഈ രാത്രി 12 മണി 3 മിനിറ്റ് ആകുന്ന ഈ സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന, ശരീരമൊക്കെ അനങ്ങുന്ന, ഇപ്പൊ നമ്മൾ ഹയാത്തിലില്ലേ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. ഉറൂസിന്റെ ഈ അവസാന ദിവസത്തിലുള്ളവരും ഭാഗ്യവാന്മാരാ. അതിനുശേഷം ജീവിച്ചിരിക്കുന്നവർക്ക് ബോണസാണ് പടച്ചവന്റെ. കാരണം നമ്മളെ കൂട്ടത്തിലുള്ള ആരും ഇല്ല. അവരൊക്കെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ദൂരെ നിന്നിട്ട് വലിച്ചെറിഞ്ഞു 10 അടി താഴ്ചയുള്ള കുഴിയിലേക്ക്. കുളിപ്പിച്ചില്ല, കഫൻ ചെയ്തില്ല, നിസ്കാരം ദൂരെ കൊണ്ടുവച്ചിട്ട് നിസ്കരിച്ചു. അല്ലേ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്നിട്ട് നമ്മൾ അഹങ്കാരങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. കള്ളിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. പലിശക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. കഞ്ചാവിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല. എന്തിനാ കുറവ്? അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനും പടച്ചവനോട് നന്ദി കാണിക്കാനും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തുന്നില്ല. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. നീ പടച്ചവൻ എന്താണ് അള്ളാഹുവിന്റെ ഖജനാവിൽ തീർന്നെന്ന് കരുതിയോ? ഇല്ല. ഇതൊക്കെ ടെസ്റ്റ് ഡോസാ, ഓക്കി ടെസ്റ്റ് ഡോസാ, നിപ്പ ടെസ്റ്റ് ഡോസാ. അതുപോലെ തന്നെ ഈ COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസ് ഒരു ടെസ്റ്റ് ഡോസാ. പ്രളയങ്ങൾ ടെസ്റ്റ് ഡോസാ. വലുതുണ്ട് പടച്ചവന്റെ സിംഹാസനത്തിൽ, അവന്റെ ഖജനാവിൽ ഇനിയും ഇതിനേക്കാൾ ഭീകരമായതുണ്ട്. പടച്ചവനാണ് ഇതിലും ഭീകരമായത്. ഏതെങ്കിലും ഒന്ന് തന്നാൽ ലോകത്തപ്പുറ വലിയ ഭരണാധികാരി എന്തെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിച്ചാലോ ലോകത്ത് കാണാൻ പറ്റുന്നില്ല. കണ്ടാലല്ലേ വെടിവെക്കാൻ പറ്റൂ. നാവികസേനയും വ്യോമസേനയും കരസേനയും ഉപയോഗിച്ച് നരേന്ദ്രമോദിക്ക്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ? മലേറിയയുടെ ഗുളികയ്ക്ക് വേണ്ടി, പാരസിറ്റമോളിന് വേണ്ടിയിട്ട് ശരകോടീശ്വരനായ ലോക പോലീസ് ചമയുന്ന കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരു വിമാനം വന്നാൽ അത് എന്തിനു വന്നു? ട്രംപിന്റെ അമ്മയാണോ മകനെ കാണാൻ വന്നതാണ്. പക്ഷേ പ്രവേശനമില്ല, വെടിവെച്ച് വീഴ്ത്തുന്നു. അത്രയും സംവിധാനങ്ങളുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും കണ്ണുരുട്ടിയിട്ട് പാവങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ നിന്നും മലേറിയയുടെ പാരസിറ്റമോൾ കൊണ്ടുപോയി രോഗപ്രതിരോധത്തിന്. അല്ലേ,
എന്തിനാ? കാണാൻ പറ്റാത്ത ഒരു ചെറിയ വൈറസ് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഇനി ഇതിനപ്പുറം പടച്ചവനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളൊക്കെ ഒന്ന് കൃത്യമായി കഴുകി ശുദ്ധിയാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. 5-ാമത്തെ കാര്യം പറഞ്ഞില്ല, ചുരുക്കി ഞാൻ പറയാണ്. ഇനിയും കുറച്ചുകൂടെ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഇനിയും പ്രഭാഷകർ വരാനുണ്ട് നാളുകളിൽ. ഇന്നലകളിൽ നിങ്ങൾ പ്രസംഗം കേട്ടു, അൽഹംദുലില്ലാ. ഇനിയും നമുക്കാകാം. എന്തായാലും വരുന്ന ഉസ്താദുമാർ ൊക്കെ അതിഥികളാണ്, ഞാൻ ആതിഥേയനാണ്. അതുകൊണ്ട് തന്നെ ഇമാമും ഞാനും തമ്മിൽ ഹൃദയബന്ധമാണ്. എല്ലാ ബന്ധവും, എല്ലാ ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മായി സാഹിബ് അടക്കം എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെയുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ആതിഥേയനാണ്, അതിഥിയല്ല. നമുക്ക് ഇനിയും ആകാം ഇൻഷാ അല്ലാഹ്. 12 മണി ഞാൻ സമയം കൃത്യനിഷ്ഠത പാലിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ഉറങ്ങുന്നില്ല, എല്ലാവരും ഇത് പ്രതികരിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് കരുതിയിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല. നാളെ വെള്ളിയാഴ്ചയാ, ഒരു മതപ്രസംഗത്തിന്റെ സമയം സെൻട്രൽ ജുമാ മസ്ജിദിൽ ജുമാ പ്രസംഗം ഉള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി ഇനിയും പറയുന്നില്ല. ഒരു കാര്യം കൂടി 5-ാമതാകിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രതീക്ഷയുടെ സൂക്തങ്ങളിൽ 5-ാമത്തേത് വിശുദ്ധ ഖുർആൻ ഇതേ സൂറത്തുൻ നിസായിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറത്തിൻ വ ഇൻ തകു ഹസനാ യുളായിഫുഹാ വ യുതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. അല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദർറ, ഒരു അണുവിന്റെ അളവ് പോലും അല്ലാഹു അക്രമം കാണിക്കൂല. വ ഇൻ തകു ഹസനത, ഇനി ആരെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ യുളായിഫുഹാ, അല്ലാഹു അതിനെ ഇരട്ടിപ്പിക്കുന്നതാണ്. വ യുതി മിൻ ലദുൻഹു അജ്റൻ അളീമാ, അല്ലാഹു തആല ഉന്നതമായ പ്രതിഫലം അവന് കൊടുക്കുന്നതാ. പ്രതീക്ഷയുടെ 5-ാമത്തെ ആയത്താണ്. എന്താണെന്നറിയോ? ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ അല്ലാഹു തആല അതിന്റെ കൃത്യമായി അത് മാത്രമേ നമ്മോട് ചോദിക്കുള്ളൂ, അക്രമം കാണിക്കൂല, കൂടുതൽ ചേർത്ത് പറയില്ല. ഇപ്പൊ 50,000 തരാണെങ്കിൽ നമ്മൾ എന്താ പറയാ? 60,000 തരാനുണ്ട്, എന്തിനാണ് നീ 60 എന്ന് പറഞ്ഞത്? എങ്കിലേ 50 കിട്ടും, എങ്കിലേ 50 കിട്ടും. കച്ചവടക്കാരൊക്കെ അങ്ങനെയാണ്. 50 രൂപയുടെ സാധനമായി പറയും 90 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്, നിങ്ങളായതുകൊണ്ട് 80 രൂപയ്ക്ക് തരാം. അവസാനം വില പേശും. അയാൾ 70 പറയും, ഇയാൾ 60 പറയും. ഇല്ല, അവസാനം 65 ഒതുക്കും, 15 ലാഭം. ഇത് 50 ആണെങ്കിൽ 50 കൃത്യം പറഞ്ഞുള്ള അവസ്ഥ എന്താ? മൂപ്പര് ഇവനെക്കാലം വലിയ വാപ്പായ 30 കൊണ്ടുവരും, ഇവൻ 20 രൂപ കൈനട്ടം വരും. അപ്പോ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഒരു മുഴം മുമ്പേ എറിയും. അതല്ല പടച്ചോൻ. അല്ലാഹു നമ്മളോട് ഫമൻ യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറോ യറഹു വമൻ യഅമൽ മിസ്കാല ദറത്തിൻ ശർറ യറഹു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അണു അളവ് നന്മ ചെയ്താൽ അത് അവൻ പരലോകത്ത് കാണും, അണു അളവ് തിന്മയാണോ അതും പരലോകത്ത് അവൻ കാണും. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വഇൻ തകു ഹസന, നിങ്ങൾ തിന്മ ചെയ്താൽ ഞാൻ അക്രമം കാണിക്കൂല, കൃത്യമായി അത്ര തന്നെ ഞാൻ ശിക്ഷിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ നന്മ ചെയ്താലോ യുളായിഫുഹാ, ഞാൻ ഇരട്ടിപ്പിക്കും. എന്റെ റബ്ബേ, അള്ളാന്റെ സ്നേഹം എത്ര വലുതാ. ഒരു ഇപ്പൊ 2 മണിക്കൂറല്ലേ നിങ്ങൾ ഇരിക്കുന്നുള്ളൂ? അല്ല, നിങ്ങൾക്ക് ഓരോ സെക്കൻഡിനും 10 സെക്കൻഡ് വർധനവ് അല്ലാഹു തരികയാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ 70 സെക്കൻഡ്, 700 സെക്കൻഡ്, 7000, 70,000, 7 ലക്ഷം, 70 ലക്ഷം, 7 കോടി, 700 കോടി, 7000 കോടി, അങ്ങ് പോവും ഇഖ്ലാസ് അനുസരിച്ച്. വെറുതെ വീട്ടിലെ ശല്യം കരുതി മെസ്സേജ് അയപ്പാനാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിലോ ഒന്നും കിട്ടൂല, അള്ളാഹു പിടിച്ച് ശിക്ഷിക്കും. പക്ഷെ നല്ല ഇഖ്ലാസോടെ അള്ളാഹ്, പരിശുദ്ധമായ ഒരു സദസ്സാണല്ലോ ഇരിക്കുന്ന, എത്ര നാളായി ഈ വൈറസൊക്കെ വന്നപ്പോൾ നമ്മൾ കരുതിയില്ല ഇങ്ങനെ ഒരു ഉറൂസും ഇങ്ങനെ ഒന്നും. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വീണ്ടും ഇവിടെ വന്നല്ലോ, അൽഹംദുലില്ലാ, നിനക്ക് എത്ര സ്തുതിച്ചാൽ മതിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇഖ്ലാസോടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരട്ടിപ്പിച്ച് അള്ളാഹു കൊണ്ടുപോകും. ഇതിപ്പോ അറിയില്ല, ഇപ്പൊ അറിഞ്ഞാലോ നമുക്ക് താങ്ങാനുള്ള ത്രാണിയില്ല. ഇതൊക്കെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഏടിൽ അള്ളാഹു പെരുപ്പിച്ചു തരും. അതാണ് അള്ളാഹു പറഞ്ഞത്, അവനിൽ നിന്നും വന്നമായ പ്രതിഫലം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് തെറ്റ് ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്.
മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ചെയ്തോ, പക്ഷേ ഞാനൊരു കാര്യം പറയാം, അത് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. എന്താ നിങ്ങൾ പറയൂ. ആ സമയത്ത് ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇദാ അറത്താന തഅസിയല്ലോ. അല്ലാഹു 5 ആയത്തുകളിലൂടെ പ്രതീക്ഷയുടെ വരികൾ നമ്മളെ സമ്മാനിക്കുമ്പോ ഇന്ന് രാത്രി മുതൽ എന്തുമാകാമെന്ന് ചിന്തിക്കല്ലേ. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടിയാണ്. ആ മനുഷ്യനോട് മഹാനവറുകൾ പറഞ്ഞതെന്തെന്നറിയോ? ഇദാ അറത്താന തഅസിയല്ലോ. പടച്ചവനോട് എതിര് കാണിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇന്നു മുതൽ അവനെ ധിക്കാരം ചെയ്യാൻ തീരുമാനിച്ചാൽ, കള്ള് കുടിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ടോ, ചീട്ട് കളിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ടോ, പലിശ വാങ്ങണമെന്ന് തീരുമാനമുണ്ടോ? എന്റെ ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, ഹറാമ് ചെയ്യണമെന്ന് അള്ളാനെ ധിക്കരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, എന്നാൽ അള്ളാഹുവിന്റെ അടിമയായോ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അകക്കാമ്പ് തൊട്ടെറിഞ്ഞ ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നീ എന്ത് തെറ്റോ ചെയ്തോ, പക്ഷെ ഫലാ തഅകുലു മിൻ റിസ്ഖില്ലാ. അല്ലാഹ് തരുന്ന ഭക്ഷണം കഴിക്കരുത്, അല്ലാഹ് തരുന്ന ഭക്ഷണം കഴിക്കരുത്. എന്നിട്ട് നീ എന്ത് വേണോ ചെയ്തോ. അപ്പൊ ഇയാള് ചോദിച്ചു, കുല്ലു മാ ഫിൽ അർളിലില്ല, ഈ ലോകത്തുള്ള എല്ലാം അല്ലാഹ്ക്കുള്ളതല്ലേ, പിന്നെ എങ്ങനെ പറ്റും? അപ്പൊ ഇബ്രാഹിം തങ്ങൾ ചോദിച്ചു, എടാ അല്ലാഹ് തന്ന ഭക്ഷണം കഴിച്ചിട്ട് അവനെതിരെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്നാ ഒന്നുകൂടെ കേട്ടോ. മഹാനവർ ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയാണ് സംസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ് പ്രബുദ്ധനാക്കേണ്ടത്, ഇങ്ങനെയാണ് ഹിക്മത്തുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ ഞാൻ പറയാം, ഇദാ അറതന തഅസിയല്ലോ. അല്ലാഹുവോട് ധിക്കാരം പ്രവർത്തിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫലാ തസ്കുൻ ബിലാദാ. അള്ളാന്റെ നാട്ടിൽ താമസിക്കരുത്, പടച്ചോന്റെ ഭൂമിയിൽ താമസിക്കരുത്. എന്നിട്ട് നീ എന്തു വേണോ ചെയ്തോ. അപ്പൊ ഇയാള് ചോദിച്ചു, അള്ളാന്റെ ഭൂമി അല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? അപ്പം മഹാനവറുകൾ ചോദിച്ചേടാ, അള്ളാന്റെ ഭൂമിയിൽ അവൻ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവനെതിരെ ചെയ്യാൻ നിനക്ക് പറ്റുമോ? ഇല്ല തങ്ങളെ, പറ്റൂല. എന്നാ മൂന്നാമത് കേട്ടോ, ഇദാ അറതന തഅസിയല്ലോ ഫല്ലറ മൗലി അല്ലാ യറാക്. നിനക്ക് തെറ്റ് ചെയ്യണമെന്ന ചിന്തയുണ്ടെങ്കിൽ അവൻ കാണാത്തൊരിടത്ത് പോയിരുന്ന് ചെയ്തോ. ഭർത്താവ് കാണാത്തിടത്ത് പോയിരുന്ന് ചെയ്യാൻ പറ്റും, ഭാര്യ കാണാത്തടുത്ത് പോയിരുന്ന് ചെയ്യാൻ പറ്റും, അല്ലാഹ് കാണാത്തടുത്ത് പോയിരുന്ന് നിനക്ക് ചെയ്യാൻ പറ്റുമോ? അയാള് പറഞ്ഞു, എല്ലാ സ്ഥലത്തും അല്ലാഹ് കാണൂലേ, പിന്നെ എങ്ങനെ ചെയ്യും? അപ്പൊ ചോദിച്ചു, അള്ളാന്റെ ഭൂമിയിൽ അല്ലാഹ് തന്ന ഭക്ഷണം കഴിച്ച് അവൻ കാണുന്ന സ്ഥലത്ത് വന്നിരുന്ന് എങ്ങനാടാ നിനക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നത്? അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ നന്നായിക്കൊള്ളാം, പോണ്ട, നില്ല്. നാലാമത് കേട്ടോ, ഇദാ അറതന തഅസിയല്ലാ. നീ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇദാ ജാക മലക്കുൽ മൗത്ത് ഖാബിലുൽ അർവാഹ് അസ്റായിൽ വരുന്ന സമയത്ത് ഫഖുല്ലഹു അഖിർനി ഹത്താ അഅമല സാലിഹാ. നീ ധാരാളം തിന്മകൾ ചെയ്തോ, പക്ഷെ മലക്കുൽ മൗത്ത് വരുന്നൊരു ദിവസമുണ്ട്. അന്ന് നീ മലക്കുൽ മൗത്തിനോട് പറയണം, വെളിയിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം, കുറച്ച് നിസ്കരിച്ചോട്ടെ, കുറച്ച് നോമ്പൊടിച്ചോട്ടെ, കുറച്ച് തസ്ബീഹ് ചൊല്ലിക്കോട്ടെ, വെയിറ്റ് ചെയ്യ്, പുറത്തിരുന്നോളി എന്ന് നീ അസ്റായിലിനോട് പറയോ? ആ മനുഷ്യൻ പറഞ്ഞു, എങ്ങനെ പറയും? ലാ യഖ്ബിൽ, നീ എന്നെ സ്വീകരിക്കൂലല്ലോ, എന്നെ പൊക്കിക്കൊണ്ടങ്ങ് പോവൂലേ, ഒരു സെക്കൻഡ് പോലും പിന്തൂലല്ലോ, എന്നെ അപ്പോഴേ കൊണ്ടുപോകും. അപ്പൊ ചോദിച്ചു, എങ്ങനാടാ പിന്നെ നിനക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്നാ ഞാൻ ചെയ്യൂല, പോവാൻ വരട്ടെ, അവിടെ നില്ല്. നീ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇദാ ജാഅക സബാനിയ, മരണശേഷം സബാനിയാക്കളായ മലക്കുകൾ വരുമല്ലോ. അല്ലാഹുവിന്റെ നരകത്തെ കാക്കുന്ന മാലാഖമാരെ ചിരിക്കാത്ത മലക്കുകളാ, കാരുണ്യമില്ലാത്തവരാ, കരുണയില്ലാത്തവരാ, ചിരിക്കാത്തവരാ, സ്നേഹമില്ലാത്തവരാ. അവര് നിഷ്ഠൂരന്മാരാണ്, അവര് മല്ലന്മാരാണ്, അവര് കഠിന ഹൃദയരാണ്. അല്ലാഹ് തന്നെ പറഞ്ഞല്ലോ, അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ്. അവര് മല്ലന്മാരാണ്, കഠിന ഹൃദയരാണ്, സ്നേഹമില്ലാത്തവരാ. അവര് നിന്റെ അടുത്ത് വരുമ്പോ ഫലാ തദ്ഹബ് മഅഹും, നീ അവരോടൊപ്പം പോകാതെ അവിടെ നിൽക്കണം. പറ്റുവോ? മലക്കുകൾ വരുമ്പോ നീ കൂടെ പോകരുത്, നിക്കോ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ പൊക്കിക്കൊണ്ട് പോവൂലേ? ആ സമയത്ത് ഇബ്രാഹിം തങ്ങൾ ചോദിച്ചു, എന്നാ ഇനി പറ തെറ്റ് ചെയ്യണോ?
ആ മനുഷ്യൻ പറഞ്ഞ വേണ്ട, ഞാൻ ഇനി ജീവിതത്തിൽ ഒരു തിന്മയും ഞാൻ ചെയ്യില്ല തങ്ങളെ, ഒരു തിന്മയും ഞാൻ ചെയ്യൂല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇമാം മുസ്നി തങ്ങൾ ഇബ്രാഹിം അദ്ദേഹം റഹ്മത്ത് മഹാനായ ഷാഫി ഇമാമിന്റെ സക്റാത്തിന്റെ ഹാലിൽ ഇമാം മുസ്നി തങ്ങൾ ഷാഫി ഇമാമിന്റെ മുമ്പിൽ എത്തുന്നു. എന്തിനാണെന്നറിയോ? സുഖവിവരങ്ങൾ ചോദിക്കാൻ. മഹാന്മാര് സുഖമില്ലാതെ കിടക്കുമ്പോ പണ്ട് ശൈലിയാണ്, നമ്മളും അങ്ങനെ ചെയ്യണം. ഇന്നിപ്പോ അസുഖമാണെങ്കിൽ പോവൂല. എന്താണെന്നറിയോ? കോവിഡ് ആണെങ്കിലോ എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കാൻ, ആർക്കെങ്കിലും ഉത്തരം അറിയുമെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞു തരണം. ആർക്കായാലും കുഴപ്പമില്ല, ഞാൻ സ്വീകരിച്ചോളാം. ഞാൻ ആ വിഷയത്തിൽ സ്റ്റുഡന്റ് ആകാം, നിങ്ങൾ ടീച്ചേഴ്സ് ആയിക്കോളിയും, കുഴപ്പമില്ല. എനിക്കൊരു സംശയമുണ്ട്. ഇവിടത്തെ കാര്യമല്ല കേട്ടോ, ഇവിടെ എനിക്കറിയില്ല, ഇവിടെ അറിയില്ല. ഒരു പള്ളിയിൽ ഞാൻ കയറി, ഇവിടെ അല്ല, വല്ലാഹി ഇവിടെ അല്ല, ഒരു പള്ളിയിൽ കയറി. ആ പള്ളിയിൽ സൊഫൊക്കെ അകലമാണ്, ആയിക്കോട്ടെ കുഴപ്പമില്ല. നോക്കുമ്പോൾ ഒരു ഖുർആനും അവിടെ ഇല്ല. ഇത് എവിടെയോ ചാക്കിൽ കെട്ടി മാറ്റി വെച്ചു. എന്റെ ഒരു സംശയമാണ്, മാപ്പാക്കണം, നിങ്ങൾ ഉത്തരവും തരണം. നീ എന്നെ വേറൊരു വാദിയാക്കി കളയരുത്, നിങ്ങളാരും ആക്കിയാലും ഒന്നുമില്ല. അപ്പൊ ഞാൻ ഈ പള്ളി കയറിയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഖുർആൻ എവിടെയെന്ന് ചോദിച്ചു. ഓതാനല്ല, ഞാനൊരു യാത്രക്കാരനായിരുന്നു, ഓതാനല്ല, ഉള്ള സത്യം പറയാം. പക്ഷേ എനിക്കൊരു കൗതുകം തോന്നി. എന്നോട് പറഞ്ഞു, കോവിഡ് രോഗികളല്ലേ, ആരാ എടുത്ത് വെച്ച് ഓതുന്നതെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ചിലപ്പം മെനിങ്ങാന്ന് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലുണ്ടായിരുന്ന നോട്ടായിരിക്കൂലേ? അവിടെ നിന്ന് ആരെങ്കിലും ട്രെയിൻ കയറി ആ ട്രെയിനിൽ ചായ കുടിക്കാൻ കൊടുത്ത പൈസ ഇവിടത്തെ ഏതോ ഒരു സാധാരണക്കാരൻ, ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ജോലിക്കാരൻ, അയാൾ എന്തോ സാധനം വാങ്ങിയത് അയാളിൽ നിന്നാണ്. ആ പൈസ നേരെ കൃത്യമായി അതിവിടെ എത്തുന്നത് പാളയത്തെയോ അല്ലെങ്കിൽ മണക്കാട്ടത്തെയോ അല്ലെങ്കിൽ കരമനയിലെയോ അല്ലെങ്കിൽ ഭീമാപ്പള്ളിയിലെയോ അല്ലെങ്കിൽ വള്ളക്കടവിലെയോ അല്ലെങ്കിൽ പിന്നെ തമ്പാനൂരിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ കയ്യിലാണ് ആ പൈസ കിട്ടിയത്. ആ കിട്ടിയ പൈസ ഇന്നലെ 2 സൂര്യാസ്തമയങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ അല്ലെങ്കിൽ ഹരിയാനയിലെ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലെ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് എവിടെയായാലും ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കയ്യിലിരുന്ന പൈസയല്ലേ? ആ പൈസക്കില്ലാത്ത കോവിഡ് ഖുർആൻ എങ്ങനെ വന്നു? ആ പൈസക്കില്ലാത്ത കോവിഡ് ഖുർആൻ എങ്ങനെ വന്നു? ഒന്നുവെടുക്കാത്തവൻ ഖുർആൻ തൊടൂല, വിശ്വാസിയല്ലാത്തവൻ ഖുർആൻ തൊടൂല, പള്ളിയിൽ കയറി ഈമാനുള്ള തഖ്വയുള്ളവനല്ലാതെ ഖുർആൻ തൊടൂല. ആ ഖുർആനിൽ കോവിഡ് ഉണ്ട്. പക്ഷേ നാഴികയ്ക്ക് 40 വട്ട ഏവന്റെയും കുടിയന്റെയും പെണ്ണുപിടിയന്റെയും കഞ്ചാവടിയന്റെയും ഏവന്റെയും പോക്കറ്റിൽ കിടക്കുന്ന നോട്ടിലില്ലാത്ത കോവിഡ് എങ്ങനാടോ ഈ പള്ളിയിൽ സെൽഫിലിരിക്കുന്ന ഖുർആൻ ഉണ്ടാവുക? ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ? അല്ല പൊറുക്കോ? ഇതൊക്കെ പൊടിയും തട്ടിയിട്ട് സെൽഫിലാക്കി നോക്ക്, എന്നിട്ട് വിശ്വാസിയുടെ കയ്യിലെടുത്ത് കൊടുക്കോതാൻ, എന്നിട്ട് പള്ളികളിലൊറക്കെ ബാങ്ക് വിളിക്ക്, എന്നിട്ട് നിസ്കാരത്തിന് സഫ് കെട്ട്, എന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. കോവിഡ് പോയ വഴിയിൽ പുല്ല് കളിക്കൂല. ഇതൊക്കെ പൂട്ടി അള്ളാഹുവിന്റെ അദാബ് മാറുന്നില്ല. എന്നിട്ട് വല്ല കുറവുണ്ടോ? സോഷ്യൽ ഡിസ്റ്റൻസ്. എന്ത് സോഷ്യൽ ഡിസ്റ്റൻസ് ആയി ഇപ്പോൾ ഉള്ളത്? ഭീമാപ്പള്ളിയിൽ ഒന്ന് നോക്ക്, എല്ലാവരും അകലത്തിലായിരിക്കുന്നത്. അൽഹംദുലില്ലാ. മുമ്പിൽ ഞാൻ കാണുന്ന പിന്നിൽ അവസ്ഥ എനിക്കറിയില്ല. മുമ്പിലൊക്കെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. അൽഹംദുലില്ലാ. പരേഡിന് നിൽക്കും പോലെയാ ഇക്കോളും. അപ്പോഴും നമ്മുടെ പുറത്ത് തട്ടായിരുന്നാ മതി. അപ്പൊ ഇങ്ങനെ കൃത്യമായി സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതാണ് ഇവിടെ ഇരിക്കുന്നത് കൃത്യമായി, അല്ലേ? പക്ഷേ KSRTC ബസിന്റെ അവസ്ഥ എന്താ? എന്ത് ഡിസ്റ്റൻസിങ്? ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളികളിൽ സജീവമായി ഇബാദത്തുകൾ ചെയ്ത് കൃത്യമായി അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുന്നു. ഞാൻ ആ ഭാഗത്ത് നിന്ന് തിരിഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് ഇമാം മുസ്നി തങ്ങൾ ഇമാം ഷാഫി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, റാഹത്തല്ലേ? ആ സമയം പറഞ്ഞു, അസ്ബഹതു മിനദ് ദുനിയാ റാഹില, ഞാൻ ദുനിയാവിൽ നിന്ന് യാത്ര ചെയ്യാൻ പോവാ. ഇമാം ഷാഫി തങ്ങൾ പറയാൻ, ഞാൻ ദുനിയാവിൽ നിന്ന് പോകാൻ പോവാ. വലിൽ ഇഖ്വാനി മുഫാരിഖ, എന്റെ കൂടപ്പറപ്പുകളെ ഞാൻ വിട്ടു പോകാൻ പോവാ. വലി സയ്യി അമലി മുലാഖിയ, എന്റെ തെറ്റുകൾ ഞാൻ കാണാൻ പോവാ. ഞാൻ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ തെറ്റുകളെ ഞാൻ ഇപ്പൊ നേർക്ക് നേരെ കാണാൻ പോവാ. വലി കഅസിൽ മനിയത്തി ശാരിബ, മരണമെന്ന പാനപാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ.
വഅലാ റബ്ബി വാരിദ, എന്റെ റബ്ബിലേക്ക് ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, വലമ്മാ ഖസാ ഖൽബി വലഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. പടച്ചവനെ, എന്റെ തെറ്റുകൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്റെ ഹൃദയം വല്ലാതെ പടപടച്ച് ഇടുങ്ങി, എന്റെ വഴികളെല്ലാം ഇടുക്കമുള്ളതായി മാറി, എന്റെ ഹൃദയം ഇങ്ങനെ പാറ പോലെ ഉറച്ചപ്പോ എനിക്കിനി ആകെ ഉള്ള ഒരു സ്റ്റെപ്പ്, ആകെ ഉള്ള ഒരു ഏണി, ആകെ ഉള്ള ഒരു വഴി നിന്റെ റഹ്മത്തിന്റെ പ്രതീക്ഷ മാത്രമാണ്, നിന്റെ കാരുണ്യത്തിന്റെ പ്രതീക്ഷ മാത്രമാണ്. തആലാ മനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅലമാ. പടച്ചവനെ, എന്റെ പാപം ഞാൻ നോക്കുമ്പോൾ വലിയ പാപമാണ്, വലിയ വലിയ പാപമാണ്. പക്ഷേ നിന്റെ പാപമോചനത്തോട് തട്ടിച്ചു നോക്കുമ്പോ എന്റെ പാപം വളരെ ചെറുതാണ്. وما زلت ضعف عن الذنب لم تزل تجود وتعفو عن الذنب وتجود وتعفو منه منة وتكرما. ഞാൻ നിന്നിൽ നിന്ന് ഔദാര്യം പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഇമാം മുസ്നിയോട് ഉപദേശം കൊടുത്തെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതീക്ഷ കൈവിടണ്ട, റബ്ബിലേക്ക് കരങ്ങളുയർത്താം. വെള്ളിയാഴ്ച രാവല്ലേ അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ മരണം. ഇന്നലെ ഞാനൊരു മരണത്തിന് പങ്കെടുത്തു. എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന് ആ മരണത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം ആ മരണത്തിന്റെ സംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, സംസ്കരണത്തിൽ വരാൻ പറ്റിയില്ല. എന്തെന്നാൽ അദ്ദേഹം കോവിഡ് പോസിറ്റീവായി കിടക്കുന്നു. എത്ര അനുഭവങ്ങളാണ്. വാപ്പാടെ മയ്യത്ത് കൊണ്ടുപോകുന്നു, മകൻ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ ക്വാറന്റൈനിലാണ്. അവിടെ നിന്ന് നോക്കുന്നു വാപ്പയെ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ പൊതിഞ്ഞ്. വല്ലാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയവരുടെ ബന്ധുക്കൾ ഈ സദസ്സിലുണ്ടല്ലോ. നമ്മൾ അറിയാതെ കൊച്ചു കൊച്ചു തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ വീടുകളിലെ രോഗികളെ ധാരാളമുണ്ടല്ലോ. നമുക്ക് ദുആ ചെയ്യാം. ഇത് വെള്ളിയാഴ്ച രാവാണ്. നന്നായിട്ട് നമുക്ക് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.